ഇപ്പൊ ബഹുമാനിയനായ ശ്രീ രാഹുൽ ഈശ്വറാണെന്ന് പറഞ്ഞു. ഈ പോറ്റിയെ പോലുള്ളവന്മാരെ തുറങ്കിലടയ്ക്കണം. ഒരു സംശയവുമില്ല ശ്രീ രാഹുൽ ഈശ്വർ. പോറ്റി മാത്രമല്ല, പോറ്റിയെ പോലെ കുറെ അവതാരകളുണ്ട്. ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും പേര് പറഞ്ഞ് ഇതിന്റെയൊക്കെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച് നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ പോറ്റിമാരുണ്ട്. ഒന്ന് രണ്ടുമല്ല, അവന്മാരെയൊക്കെ അഴിയെണ്ണിക്കും. ജേക്ക്, ഈ കട്ടു എന്ന ആരോപണമൊക്കെ ഒരു സർക്കാരിന്റെ ഭാഗമായി സർക്കാർ ഭരിക്കുന്ന വകുപ്പിന് കീഴിലുള്ള ബോർഡ് കേൾക്കുക എന്ന് പറയുന്നത് ലജ്ജാകരമായ അവസ്ഥയാണ്. ആ നിലയ്ക്ക് ഉള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അതിന് പരിഹാരം ഈ പറയുന്ന വിശ്വാസികളുടെ മുന്നിൽ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി എങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കാനെങ്കിലുമുള്ള നടപടികൾ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് വേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ചോദ്യത്തിലേക്ക് ഞാൻ അല്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വാചകങ്ങൾ കൂടെ ചേർക്കുകയും ചെയ്യാം. പക്ഷേ അതിന് തൊട്ടു മുമ്പ് ഭാഗികമായിട്ടെങ്കിലും എനിക്ക് സ്വീകാര്യമായ കുറച്ച് കാര്യങ്ങൾ കോൺഗ്രസിന്റെ ബഹുമാനിയനായ പ്രതിനിധി പറഞ്ഞു. ഞാൻ അത്തരം കാര്യങ്ങളോടൊന്നും ഏകപക്ഷീയമായി മുഖമടച്ച് ഒരു യൂണിലാറ്ററൽ സമീപനം എനിക്കില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, ഇപ്പൊ 2019 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ദേവസ്വം ബോർഡിന്റെ നിയാമകമായ രീതികൾക്കും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഘടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചാണ്. ഞാൻ മാത്രമല്ല പറഞ്ഞത്, ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖനായ സാരഥി എന്ന നിലയിൽ CPIMന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിലപാടാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോഴങ്ങ് പറയുകയാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കാനല്ലേ ഞാനൊരു വാചകം കൊണ്ട് പോലും ഇപ്പൊ ബഹുമാനിയനായ ശ്രീ രാഹുൽ ഈശ്വറാണെന്ന് പറഞ്ഞു. ഈ പോറ്റിയെ പോലുള്ളവന്മാരെ തുറങ്കിലടയ്ക്കണം. ഒരു സംശയവുമില്ല ശ്രീ രാഹുൽ ഈശ്വർ. പോറ്റി മാത്രമല്ല, പോറ്റിയെ പോലെ കുറെ അവതാരകളുണ്ട്. ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും പേര് പറഞ്ഞ് ഇതിന്റെയൊക്കെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച് നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ പോറ്റിമാരുണ്ട്. ഒന്ന് രണ്ടുമല്ല, അവന്മാരെയൊക്കെ അഴിയെണ്ണിക്കും. ഈ പോറ്റിക്ക് ഒരു വീരപരിവേഷം ഉണ്ടായിരുന്നല്ലോ. ആ വീരപരിവേഷം ഇപ്പൊ പിടികൂടാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഈ ഗവൺമെന്റ് തന്നെ കേരളത്തിൽ കോടാനുകോടി വരുന്ന വിശ്വാസികൾ, ഹിന്ദുവിന്റെ മാത്രമല്ലല്ലോ, ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിൽ ശതകോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ പ്രഥമ കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. വാവരെ കണ്ട് അർത്തുങ്കൽ പള്ളിയിൽ കയറി ഭഗവാനും തീർത്ഥാടകനും ഒന്നായി തീരുന്ന ആ അനുഭവം മതനിരപേക്ഷ ഇന്ത്യയുടെ പ്രതീകമാണ്. അതിനെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് 3-ാം ദിവസം ശബരിമലയിലെ അവതാരപ്പിറവി എടുത്ത് നടന്ന പോറ്റിമാരിൽ ഒരു പോറ്റിയെ കയ്യോടുകൂടെ പിടിച്ച് അവന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇത് തപ്പിയെടുക്കാൻ ഗവൺമെന്റിനും പോലീസിനും കഴിഞ്ഞ. അതുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ സംശയം ഒട്ടും നമ്മൾ